സുഖല്ലേ? അപ്പോൾ എല്ലാവർക്കും വിമൻസ് ഡേൻ്റെ എൻ്റെ എല്ലാ ആശംസകളും. അപ്പോൾ നമ്മളെ ഗോൾഡൻ മെലഡീസിൻ്റെ വക നമുക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, എല്ലാ വിമൻസിനും കൂടിയിട്ട്. അപ്പം എൻ്റെ മമ്മ പോയിരുന്നു, ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. അപ്പം മമ്മ അത് വീഡിയോ എടുത്ത്, അപ്പോൾ അതിൻ്റെ കുറച്ചും ക്വാളിറ്റി കുറവെല്ലാം ഉണ്ടാവും. അപ്പോൾ കുഴപ്പമില്ല. അപ്പം ഞാൻ കോളേജിൽ പോയി എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ പോയിട്ടില്ല, ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവർക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിരുന്നു അവർ. അപ്പോൾ എനിക്ക് കോളേജിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അവർ അടിപൊളിയായിട്ട് ആഘോഷം, എല്ലാവർക്കും നല്ല സന്തോഷമായി. നമ്മൾ സംഗീതങ്ങൾ എല്ലാവർക്കും സാരിയും റോസും എല്ലാവർക്കും നല്ല ഫുൾ പരിപാടിയെല്ലാം നമ്മൾ സംഗീതങ്ങളുടെ വകയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു, സൂപ്പർ പരിപാടിയായിരുന്നു. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് കാണാം കേട്ടോ. ഗോൾഡൻ മെമ്പേഴ്സിന്റെ പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം അറിയിക്കുകയാണ്. ഇതൊരു ചർച്ചയെ ജലജേച്ചിയോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ ജലജേച്ചിക്ക് സംസാരിക്കാൻ അറിയില്ല. ആ വിഭീഷണ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമ്മള് കാത്തിരുന്ന ലൈറ്റ് ആവും, അതുകൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. സ്ത്രീകൾ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതിന്റെ ഓർമ്മപ്പെടുത്തലുമായാണ് ഓരോ വനിതാ ദിനവും കടന്നു വരുന്നത്. ലോകമെമ്പാടും അന്താരാഷ്ട്ര വനിതാ ദിനം സ്ത്രീത്വത്തിന്റെ ആഘോഷമാണ്. 1975 മുതലാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. എങ്കിലും ഒരു നൂറ്റാണ്ടിലേറെ ദൈർഘ്യമുണ്ട് വനിതാ ദിനത്തിന്. ഫെഡറേഷൻ ഓഫ് ആൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പൂനെയുടെ എക്സിക്യൂട്ടീവാണ് ഞാൻ. നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവാണ്. എന്നെ പ്രസിഡന്റായിട്ടായിരുന്നു തെരഞ്ഞെടുത്തത്. ഞാൻ തിരക്കുകൾ നിമിത്തം വേറൊരാൾക്ക് ആ സ്ഥാനം കൊടുത്തു, പ്രസന്ന നായർ. പിന്നെ സുലേഖ മാഡവും ഗീതയും പ്രസന്ന ചേച്ചി, ഞങ്ങൾ 4 പെണ്ണുങ്ങളാണ് പൂന ജില്ലയുടെ കാര്യങ്ങൾ. നമ്മുടെ പെരുമയിലെ സംഗീത നമ്പ്യാരുണ്ട്, സുരേഷ് ചേട്ടനുണ്ട്, പിന്നെ ശശി. കുടുംബാംഗങ്ങൾക്കും അതുപോലെ ആഗ്രഹമുണ്ടെങ്കിലും പല പ്രശ്നങ്ങൾ മൂലം ഒത്തുചേരാൻ കഴിയാതിരുന്നവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. അമ്മ എല്ലാ കാലത്തും മരിക്കാൻ ഭയമാണ് എനിക്ക്. അമ്മ ഇല്ലാത്ത കാലത്ത് ജീവിക്കാൻ, കാരണം അത് ഭയങ്കര ഒരു ഉള്ളിൽ തട്ടി വേണമല്ലോ. ഞാൻ കുറെ കാലം സ്റ്റാറ്റസിലിട്ട് ഞാൻ ഇങ്ങനെ അതെല്ലാം പട്ടാളം പറഞ്ഞു. കുരുവിയെ കണ്ടീല, നെഞ്ചിരി മണിച്ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല. കരിമിഴിക്കുരുവിയെ കണ്ടീല, നെഞ്ചിരി മണിച്ചിലമ്പൊലി കേട്ടീല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടീല.
തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ. നമ്മുടെ മുതലാളിക്ക് ഇപ്പം എല്ലാവരും ഇപ്പം ഓരോരുത്തരായിട്ട് കൊടുക്കുന്നത് ഈ ഇതിന്റെ എല്ലാ വനിതകളുടെയും കൂടെയുണ്ട്. ആനച്ചന്തം പൊന്നാമ്പൽ സമയം നിന്നാണ ചിമിഴൽ കണ്ടില്ല. പാട്ടൊന്നും പാടില്ല, പാട്ടൊന്നും പാടില്ല. ഈ പൂലെന്തുകൊണ്ടാ അവിടെ നിന്നല്ല ഒരു കുശുമ്പ് മാമന് കൊടുത്ത അതേപോലെ തന്നെയാണ്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചത് ഈ പുരുഷരത്നങ്ങൾ ഉണ്ടാവുന്നു. നീ പണ്ടേ എന്നോടൊന്നും മിണ്ടിയില്ല. ഞങ്ങൾ ഭർത്താക്കന്മാർക്ക് ഒരു പ്രത്യേക വഴിയുണ്ട്. ഞങ്ങളെ വയറുവേല പറഞ്ഞൊന്നും കേൾക്കില്ല. പറഞ്ഞ അപ്പുറത്തെ സ്ത്രീ എന്ന് പറഞ്ഞാൽ കേൾക്കും. അവർക്ക് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും സഹിക്കുന്നു. അതുകൊണ്ട് ഭർത്താവ് ഇരിക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോ, പരദൂഷണോ കുറ്റവും കുറോ ഒക്കെ പറഞ്ഞോ. കാരണം ഇതേ ഒന്നും കേട്ട് കാണില്ല. കേൾക്കാൻ അപ്പം ഭാര്യയാക്കി എന്റെ പേര് ലിജി. കണ്ണൂരാണ് വേണം. പിന്നെ ഗോൾഡൻ മെഡലിസ്റ്റിൽ നമ്മൾ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ നമ്മള് ബോസരി അമ്പലത്തിൽ പോയപ്പോ അവിടെ ബോർഡ് കണ്ടു. ഗോൾഡൻ മെഡലിസ്റ്റ് കഴിഞ്ഞു. പിന്നെ മുത്തപ്പന്റെ വാർഷിക ആ സമയത്തല്ലേ മുത്തപ്പൻ ഉണ്ടായ സമയത്ത് വാർഷിക സമയത്ത് ബോസരി അമ്പലത്തിൽ ബോർഡ് കാണുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അല്ലേ, നമ്മൾ 4 ഫാമിലി ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവം. പക്ഷെ ബോർഡ് നോക്കുമ്പോഴത്തേക്ക് പിന്നെ കൊട്ടില അതുപോലെ കോൽക്കളിയൊക്കെ നമ്മുടെ നാട്ടുകാരാണ് കളി. അപ്പൊ നമ്മൾ പോവാന്ന് പറഞ്ഞിട്ട് അന്ന് വന്നതാണ് നമ്മൾ ഗോൾഡൻ മെഡലിസ്റ്റ്. ആ 2 ദിവസം ഫുള്ള് ഉണ്ടായിരുന്നു. നമ്മൾ 4 ഫാമിലി അല്ലേ, നമ്മൾ 4 ഫാമിലി 2 ഡേയ്സ് ഫുള്ള് അവിടെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് വൈകുന്നേരത്തെ ചായയും ബിസ്ക്കറ്റും എല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ പോയത്. നിങ്ങൾ അടുക്കളയിൽ പറയാത്ത ആൾക്കാരാണ്. അതുപോലെ നമ്മൾ ഗോൾഡൻ മെഡലിസ്റ്റ് വസിച്ചല്ലോ പുറത്തുള്ള ആൾക്കാർ. പാഴ്സൽ അന്നത്തെ ഇതായിട്ടില്ല, പിന്നെ പാഴ്സൽ തുടങ്ങി. ഗോൾഡൻ മെഡലിസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാഴ്സൽ വേഗം എടുക്കണോ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വൈകുന്നേരത്തെ ഒന്നും വെക്കണ്ടില്ല. അങ്ങനെ നമ്മൾ കൂടുതലാണ് ഇപ്പോഴും ഉണ്ട്. ഇനി പറ്റുമെങ്കിൽ ആവുന്നതോളം കൊടുക്കുന്നത് സ്ഥിരമായിട്ട് നമ്മള് ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അനിവരോട് ഇത്ര പറഞ്ഞു അറിയാത്തപോലെ ചേരി ലിജി വരുമോ ലിജി ഇവർക്ക് ആദ്യം മടിച്ചു. ഇവര് വന്ന് തുടങ്ങിയപ്പോ പിന്നെ അവര് വിടാനാണ് അല്ലേ. ആദ്യം കുറെ
ഇത് നമ്മൾ ആർമിയിലായതുകൊണ്ട് ആ ഒരു ലൈഫാണ്. സിവിൽ വന്നപ്പോൾ അത് ഒരുപാട് വ്യത്യാസമാണ്. അവിടുത്തെ ലൈഫ് നമ്മുടെ ലൈഫ് ഒരുപാട് ഡിഫറെന്റ്. അവിടെ വേറെ ആളുകൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. ആർമി അവരുടെ നമ്മളെ പുറത്തും പിന്നെ ആളുകൾ വെളിയിൽ അങ്ങനെ പോകില്ല. ഇതിന്റെ പുറത്തുതന്നെ ആയതുകൊണ്ട് ഇപ്പൊ അതിനുശേഷം നമ്മളിങ്ങനെ തുടങ്ങിയത് എല്ലാവരും കാണാനും പരിചയപ്പെടാനും. നാട്ടിലുള്ളവരെ നമ്മളിപ്പോ അങ്ങനെ അറിയുള്ളൂ. ഇവിടെ വന്ന് മലയാളീസിനെ കാണുമ്പോൾ മലയാളീസ് ഉണ്ടാവും, മലയാളിയാണെങ്കിലും പോകും, കണ്ണൂർക്കാരാണെങ്കിൽ ഒന്നും കൂടി ഇതാവും. അങ്ങനെ പലരും അന്വേഷിക്കുന്നത് എങ്ങനെയാണ് എന്നോട് ചോദിക്കുന്നത്, ചെരിഞ്ഞ മുടിയുള്ള പെണ്ണുങ്ങൾ, ചെറിയ മുടിയാ, ചെരിഞ്ഞ മുടിയുള്ള പെണ്ണുങ്ങൾ ചേച്ചി കൊണ്ടുവന്നില്ലേ? ചെരിഞ്ഞ മുടിയുള്ള പെണ്ണുങ്ങളാണ് മുടി ഇല്ലാത്ത പെണ്ണ് പറഞ്ഞില്ല. എന്നോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, അതാരാണ്, നിങ്ങളുടെ പേരറിയില്ലല്ലോ, പുതുതായിട്ട് പറഞ്ഞല്ലേ, അതുകൊണ്ട് പുതുതായിട്ട് അല്ല ഓരോരുത്തരുടെ ഐഡന്റിറ്റി നമ്മള് കേൾപ്പോ അറിയോ, കേൾപ്പോനറിയാം. അമ്മ തലമുറിച്ചു കൊടുക്കുന്ന അത് നമ്മള് ഫ്രണ്ട്സ് ഉണ്ടാക്കി. അപ്പൊ അവര് ചേച്ചി എല്ലാവരും നമ്മളെ 5 ഫ്രണ്ട്സാണ്. അവര് പെട്ടെന്ന് നമ്മള് മനസ്സിലാവുമ്പോഴേക്ക് 5 ലേഡീസ് അല്ലേ നമ്മള്. അപ്പൊ മനസ്സിലാവുമ്പോൾ എന്താ പറയാ, നീലക്കണ്ണിൽ നീ നിത്യം വയ്ക്കും ഈ എണ്ണ തിരിയായി മിന്നീല. അങ്ങനെ ഈ വർഷത്തെ നമ്മളെ വിമൻസ് ഡേയും കഴിഞ്ഞു. അപ്പോൾ അടുത്ത കാണാം കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ.